ഹായ് ഹലോ. അപ്പോൾ രാവിലെ ആയപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയായിരുന്നു. തലേ ദിവസം ഒന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി ഉണ്ടേ, അത് കുറച്ചെടുത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നൂൽപുട്ടുണ്ടാക്കേണ്ട പുറപ്പാടാണ്. അപ്പോൾ ഇതങ്ങോട്ട് ചൂടുവെള്ളത്തിൽ നന്നായി മിക്സാക്കി മാറ്റി വെക്കാം, ഒന്ന് തണിയട്ടെ. അപ്പോഴത്തേക്ക് ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി അങ്ങോട്ട് ഉണ്ടാക്കാം. അതിനു വേണ്ടി വലിയുള്ളിയും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയൊന്ന് വഴറ്റി കൊടുക്കാം. 3-4 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് എണ്ണയിൽ നിന്ന് വാടി വന്ന് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇതാ ഞാൻ എഗ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലപ്പൊടിയും കൂടി എണ്ണയിൽ നിന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊന്നങ്ങോട്ട് തണിയാൻ വെക്കാമല്ലേ. അത് തണിഞ്ഞിട്ട് വേണം അതിൻ്റെ പകുതിയോളം ഭാഗം എടുത്തൊന്ന് അരച്ചെടുക്കാൻ. അപ്പോഴത്തേക്ക് നമുക്കിതാ മാവൊക്കെ നന്നായി തണിഞ്ഞ് സെറ്റായി സേവനാഴിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇലയിൽ ഇത്തിരി തേങ്ങയൊക്കെ വിതറിക്കൊടുത്ത് നൂൽപുട്ട് അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാമല്ലേ. ഈ തേങ്ങ ഇടാതെയും ആക്കും, പക്ഷേ എനിക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ തേങ്ങയൊക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതാ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കി കഴിയും. ഈ ഇലയിലാണ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ ആവുമ്പോൾ ഒരുപാട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണ്ടേ. ഇതിപ്പോൾ ഇതാ അടുത്ത ഇലയിലും കൂടി ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നാവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ മസാല എന്തായി നോക്കാം. ഒക്കെ തണിഞ്ഞിട്ടുണ്ടാവും. ഇതാ പകുതി അങ്ങോട്ട് മിക്സിയുടെ ജാറിൽ കോരി ഇടുക. അണ്ടിപ്പരിപ്പൊക്കെ നോക്കിയിട്ട് മുഴുവനായിട്ട് അരക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതൊന്നിട്ട് നന്നായി അരച്ച് ഈ ബാക്കി ഉള്ള പകുതിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് വേറെ തേങ്ങയോ അങ്ങനത്തെ ഒന്നും അരച്ച് ചേർക്കേണ്ടതില്ല. ആ ഉള്ളി തന്നെ അരച്ച് നല്ലൊരു ഗ്രേവി തയ്യാറായി കഴിഞ്ഞേ. അപ്പോൾ ഇതിലേക്കിനി നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്താൽ കറി സൂപ്പറായി. ഇനി പുഴുങ്ങി കഷ്ണിച്ച് വെച്ച മുട്ടയും മല്ലിയിലയും കൂടി അങ്ങോട്ട് മിക്സാക്കി കൊടുത്താൽ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല രുചിയേറിയ മുട്ടക്കറി തയ്യാറായി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മുട്ടക്കറി സൂപ്പറാണ്. മസാലയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതാ അപ്പോഴത്തേക്ക് നൂൽപുട്ട് തയ്യാറായി കഴിഞ്ഞ് കണ്ടില്ലേ. 2 നൂൽപുട്ട് തന്നെ നമുക്ക് ഒരാൾക്ക് ധാരാളമാണ്. ഒരെണ്ണം തന്നെ കഴിച്ചാൽ വയറ് നിറയും. അപ്പോൾ മുട്ടക്കറിയും നൂൽപുട്ടും ഒക്കെ ആയിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ ഇതേപോലെ എല്ലാവരും മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഞാൻ കൂടെയൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും പോയിട്ട് എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. താങ്ക് യു.